ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നോ? കമ്മലും വളയൊക്കെ ഉണ്ടാക്കുന്നത് ചിരട്ട വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ കമ്മലും വളയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അതേ ഇതുപോലുള്ളൊരു ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വാവട്ടമുള്ളത് ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു അളവിൽ വരച്ചു കൊടുക്കണം. ആദ്യം തന്നെ ആ ചിരട്ടയുടെ ആ ഒരു വാവട്ടം ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് സാൻഡ് പേപ്പറിന് തേച്ച് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൗണ്ടിന് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ 2 വട്ടങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ആ വലിയ വട്ടത്തിനുള്ളിലേക്ക് ചെറിയ വട്ടം ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വുഡ്ഫില്ലിന്റെ ഗം ആ ഗ്യാപ്പിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിയും കൂടി ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ. കണ്ട, നല്ലതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൊത്തം തേപ്പ് പരിപാടിയാണ്. തേച്ച് വൃത്തിയാക്കി ഇതിനെ മിനുസപ്പെടുത്തി എടുക്കണം. തേപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും കൈയൊക്കെ ഒരു പരിവാവും. നല്ല രീതിക്ക് മെനക്കെട്ടിരുന്നാലേ തേച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലോട്ട് ആക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ആ 2 ലെയർ വെച്ച് ഒട്ടിച്ച് ഒരുവിധം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല രീതിക്ക് എൻ്റെ സൈഡുകളും ഒക്കെ ഒന്ന് തേച്ച് ഒരു കർവ് ഷേപ്പിലാക്കി എടുത്ത്. ഞാൻ അതാണ് പറഞ്ഞത്, കയ്യിലെ രേഖകളൊക്കെ പോകുന്നു. ഇപ്പൊ ഇത് കറക്റ്റ് വളരെ ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട്. ആ 2 ലെയർ വെച്ച് ഒട്ടിച്ചതാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന മുറിച്ചിരട്ട ഇന്നലെ ഞാൻ എടുത്തതിന്റെ ബാക്കിയാണ് കേട്ടോ. അതിലേക്കാണ് നമ്മൾ ആദ്യത്തെ കമ്മലിന് വെട്ടിയെടുക്കുന്നത്. ഇതുപോലെ ഒരു ഇലയുടെ ഷേപ്പിൽ 2 ഞാൻ വെട്ടി അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. അക്സാബ്ലേഡ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ ഒന്ന് ഇളവി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങ് വിട്ടുപോരും. കണ്ടോ, ഇതേപോലെ ഞാൻ 2 ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇലയുടെ ഷേപ്പിൽ. അപ്പം ഞാൻ ഒരെണ്ണം വെട്ടിയെടുത്തപ്പോഴത്തേക്കും ഒരെണ്ണത്തിന് കുറച്ച് വലിപ്പം കുറവായിരുന്നു. അത് പിന്നെ ഞാൻ വിചാരിച്ച് നല്ലപോലെ തേച്ച് 2 കൂടി ഒരു ഷേപ്പിലാക്കി എടുക്കാമെന്ന്. അങ്ങനെ നല്ലതുപോലെ തന്നെ തേച്ച് കണ്ടോ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലുള്ള ആ ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ തേച്ച് മിനുസപ്പെടുത്തി എടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ തേച്ചെടുക്കണം കേട്ടോ. അപ്പൊ കുറച്ചു പേരൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വെയിറ്റ് ആണ്, ഇത് കാതിൽ ഇടാൻ പറ്റുമെന്നൊക്കെ. ഇത് ലോ വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. ഇതിനെ തേച്ച് മിനുസപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് വളരെ വെയിറ്റ് കുറവാണേ. അപ്പൊ ഇനി നമുക്ക് ഇലയുടെ ഷേപ്പും കൂടി ആക്കി എടുക്കണ്ടേ. അതിനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പേനയ്ക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഈ അക്സാ ബ്ലേഡിന് കണ്ടില്ലേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെട്ടുകൾ കൂടി ഇട്ട് കൊടുത്തിട്ട് ആ സെന്ററിൽ കൂടി ഇങ്ങനെ ഒരു വെട്ടിട്ടിട്ട് നമ്മൾ ആ ഇലയുടെ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ആക്കി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ നല്ലതുപോലെ ഇനി കുറച്ചും കൂടിയൊക്കെ തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത 2ാമത്തെ കമ്മലാണ്, അതിനാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ചിരട്ട ഇതുപോലെ എടുത്തിട്ട് കനം കുറഞ്ഞ ചിരട്ടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇതുപോലെ റൗണ്ട് ഷേപ്പിന് 2 പീസുകൾ അങ്ങ് വെട്ടിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, റൗണ്ടിന് നമുക്ക് വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് അതിന്റെ അറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കൂർത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നല്ലതുപോലെ തേച്ചിട്ട് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഈ റൗണ്ട് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിന്റെ കയ്യിലിരിക്കുന്ന ഈ ടൂള് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇന്നലെ ചന്ദനത്തിന് കുത്തി ഉണ്ടാക്കിയപ്പോൾ കാണിച്ചില്ലായിരുന്നോ, അതുപോലെ തന്നെയാണ് ഹോൾ ഇട്ട് കൊടുത്തത്. പിന്നെ സാൻഡ് പേപ്പറിനൊന്ന് തേച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പും കൂടെ ആക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇത് ഹാങ്ങിങ് കമ്മലല്ലേ, അപ്പോൾ ആ ഹാങ്ങിങ് ഇട്ട് കൊടുക്കാനായിട്ട് ആ ഒരു കുണുക്കുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് 2 ഹോളും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഇതുപോലത്തുള്ള കുഞ്ഞു മുത്തുകൾ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇട്ട് കൊടുത്തതാണേ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ആ കുണുക്കും കൂടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കമ്മൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. മറ്റേ കമ്മൽ ഇതാണ് കേട്ടോ. അതിൽ വേറെ കുണുക്കൊന്നുമില്ല, നമുക്ക് ഹാങ് ചെയ്യുന്ന സാധനം മാത്രമേ ഉള്ളൂ. വാർണിഷും കൂടെ കടിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പം ഞാൻ ഉണ്ടാക്കിയ കമ്മലൊന്ന് ഇട്ട് കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ആദ്യം ഇലയുടെ ഷേപ്പിലുള്ളതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇനി മറ്റേത് ഇട്ട് കാണിച്ചു തരാം. ഈ കുണുക്കൊക്കെ ഉള്ള ഈ കമ്മല് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, ഇതാണ് കേട്ടോ വള. ഒരു വളയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പം ഞാൻ ഇട്ടേ, എനിക്ക് കുറച്ച് വലുതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ബൈ.